ഹേ എല്ലാവരും, ഇന്ന് നമുക്ക് ഓരോ സെക്കൻഡും നമ്മളെ പിടിച്ചിരുത്തുന്ന ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു അടിപൊളി സൈഫൈ കഥ കേൾക്കാം. എന്തായാലും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കാരണം ഇതിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നിക്കോളാസ് കേജ് ആണ് ഹീറോ. ഏതാണ്ട് ഈ ഒരു സിനിമ ഇറങ്ങുന്ന ടൈം വരെയും പുള്ളിക്കാരൻ ഒത്തിരി പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഏതാണ്ട് ആ ഒരു 10 വർഷക്കാലം പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളുടെ കൗണ്ട് ഇയർ വൈസ് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ അതാത് വർഷങ്ങളിലൊക്കെ സ്വിമ്മിംഗ് പൂളിലെ ആളുകൾ മുങ്ങി മരണപ്പെട്ടിട്ടുള്ള ആ ഒരു ഗ്രാഫുമായിട്ട് ഭയങ്കര കോറിലേഷനാണ്. ഇദ്ദേഹം എത്രമാത്രം സിനിമയിൽ അഭിനയിക്കുന്നോ അതിനനുസരിച്ച് ആളുകളുടെ മരണവും കൂടി വരുമെന്നൊക്കെ ഒരുപാട് പഴി കേട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. കൂടുതൽ പറഞ്ഞാൽ മറ്റേ കോൺസ്പിറസിക്കാർ വന്ന് ഇല്ലുമിനാറ്റിയും സാത്താൻ സേവയൊക്കെ ഇതിനിടെ പിടിച്ചിട്ട് പുതിയ കഥ ഇറക്കും. ഇത് ഒരുപാട് അങ്ങ് ചിന്തിക്കാനൊന്നുമില്ല. ലോകത്ത് ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ചില കാര്യങ്ങളൊക്കെ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കോറിലേറ്റ് ആയിട്ടിരിക്കും. സിമ്പിൾ കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമയിൽ അത്ര സിമ്പിൾ അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. വർഷം 1959 ലെക്സിംഗ്ടണിൽ വില്യം സ്റ്റോസ് എലമെന്ററി സ്കൂളിലാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. പുതിയ സ്കൂളാണ്. ടീച്ചർ വന്ന് പുറത്ത് ഓടിക്കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളോടൊക്കെ ക്ലാസ്സിന് ടൈമായി ക്ലാസ്സിൽ കയറാൻ ആവശ്യപ്പെട്ടു. അക്കൂട്ടത്തിൽ ലുസീൻഡ എന്നൊരു പെൺകുട്ടി ടീച്ചർ പറഞ്ഞത് ശ്രദ്ധിക്കാതെ പുറത്തേക്ക് വിദൂരതയിലേക്ക് നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. അവൾക്ക് മാത്രം വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു. ചുറ്റുപാട് നടക്കുന്ന ശബ്ദങ്ങൾ മാത്രമല്ല, അവളോട് ആരോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ. അതൊരാളുമല്ല, ഒന്നിലധികം ആളുകളുടെ ശബ്ദങ്ങൾ അവളോട് പിറുപിറുക്കുന്ന പോലെ അവളുടെ ചെവിയിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേ. ടീച്ചർ വീണ്ടും അവളുടെ പേര് വിളിച്ച് ക്ലാസ്സിൽ കയറാൻ ആവശ്യപ്പെട്ടപ്പോൾ ലുസീൻ്റെയും ക്ലാസ്സിൽ കയറി. പുതിയ സ്കൂളാണല്ലോ. സ്കൂളിന്റെ ഒഫീഷ്യൽ ഓപ്പണിംഗ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വ്യത്യസ്തമായി ട്രൈ ചെയ്യാനായിട്ട് കുട്ടികളുടെ അടുത്തു നിന്ന് ഐഡിയാസ് ക്ഷണിച്ചിരുന്നു. ഒരുപാട് വെറൈറ്റി ഐഡിയാസ് ആണ് കിട്ടിയത്. ചെറിയ കുട്ടികളല്ലേ, എല്ലാ ദിവസവും മിഠായി തരണം, 2 മണിക്കൂർ ക്ലാസ് മതി, പ്ലേ ടൈം കൂടുതൽ വേണം, ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾ എഴുതി കൊടുത്തത്. ഇക്കൂട്ടത്തിൽ നമ്മുടെ ലുസീൻ്റെ എഴുതി കൊടുത്ത ഐഡിയയാണ് മാനേജ്മെന്റ് സ്വീകരിച്ചത്. ഒരു ടൈം ക്യാപ്സ്യൂൾ, അതായത് സ്കൂളിലുള്ള കുട്ടികളെ കൊണ്ട് അവരവർക്ക് ഇഷ്ടമുള്ള പടം വരപ്പിച്ച് അതെല്ലാം ഒരു ബോക്സിനകത്താക്കി സ്കൂളിൽ കുഴിച്ചിടും. ദെൻ ഇന്നു മുതൽ 50 വർഷം കഴിയുന്ന ദിവസം അത് പുറത്തെടുത്ത് അന്ന് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കും. അതായത് 1959 ഇവർ വരയ്ക്കുന്ന ചിത്രം 2009 ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടും. ചെറിയ കുട്ടിയാണെങ്കിലും ലുസീൻ്റെത് വളരെ ബ്രില്യൻ തോട്ടല്ലേ. 50 വർഷം കഴിയുമ്പോൾ ഈ കുട്ടികളുടെയൊക്കെ ജീവിതം ഒരുപാട് മാറിയിട്ടുണ്ടാവും. അന്നും തങ്ങൾ പഠിച്ച സ്കൂളിൽ തങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ടാവും. അവർ വരച്ച ചിത്രങ്ങൾ ഇങ്ങനെ അവരുടെ ഒരു മുദ്ര പോലെ ഇവിടെ ബാക്കിയുണ്ടാവും. അന്നത്തെ കുട്ടികൾ അതൊക്കെ കാണും. സച്ച് ആൻ അമേസിങ് ഐഡിയ. നമ്മളൊക്കെ പഠിച്ച സ്കൂളിൽ പോയാൽ നമ്മുടേതായിട്ട് അവിടെ എന്ത് ബാക്കിയുണ്ടാവും? നമ്മൾ ഇരുന്ന് പഠിച്ച ബെഞ്ചും ഡെസ്കും പോലും ബാക്കി ഉണ്ടാവത്തില്ല. വില്യം ഡോസിലെ കുട്ടികൾക്ക് ഏതായാലും ഇങ്ങനെ ഒരു അവസരം കിട്ടി. അവർ ഓരോരുത്തരും ചിത്രങ്ങൾ വരയ്ക്കുന്നു. ഈ ഐഡിയ പ്രപ്പോസ് ചെയ്ത നമ്മുടെ ലുസീൻഡ എന്തെങ്കിലും ചിത്രം വരയ്ക്കുന്നതിന് പകരം ഒരു പേപ്പർ നിറയെ കുറേ നമ്പേഴ്സ് അങ്ങനെ എഴുതി വെക്കുകയാണ്. 7 4 3 2 9 1 1 1 0 1 4 0 ഇങ്ങനെ ഏതെങ്കിലും സ്പെസിഫിക് പാറ്റേണിൽ പോലും അല്ലാതെ എന്ന് തോന്നിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കുറേ നമ്പേഴ്സ് എഴുതി വെച്ചു. അവൾ എഴുതി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ടൈം തീർന്നത് കൊണ്ട് ടീച്ചർ പേപ്പർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം ഒഫീഷ്യൽ ഓപ്പണിംഗ് സെറമണിയിൽ ഇവയെല്ലാം ടൈം ക്യാപ്സ്യൂളിലാക്കി കുഴിച്ചിട്ടു. ഇനി 50 വർഷങ്ങൾക്ക് ശേഷമേ ഇത് തുറക്കത്തുള്ളൂ. ഈ പ്രോഗ്രാം ഒക്കെ വളരെ ശ്രദ്ധയോടെ ലുസീൻ്റെ നോക്കി നിന്ന് കാണുന്നത് അവളുടെ ടീച്ചർ മിസ് ടെയ്ലർ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരല്പസമയം കഴിഞ്ഞതും അത്രയും സമയം അവിടെ ഉണ്ടായിരുന്ന ലുസീൻ്റെയെ കാണാനില്ല. പോലീസിനെ അറിയിച്ചു. അന്വേഷണം തുടങ്ങി. അവരുടെ സഹായത്തോടെ രാത്രി സമയത്തും സ്കൂളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. തിരഞ്ഞ് സ്കൂൾ ബേസ്മെന്റിൽ നിന്നും മിസ് ടെയ്ലർ നമ്മുടെ ലുസീൻ്റെയെ കണ്ടെത്തുമ്പോൾ അവളുടെ കൈവിരലുകളിൽ നിന്നൊക്കെ ചോര വന്ന അവസ്ഥയിലായിരുന്നു. അവിടുത്തെ കഥകിൽ വിരലുകൾ ഉപയോഗിച്ച് നമ്പേഴ്സ് എഴുതി വെച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കുട്ടി പേപ്പറിലെ നമ്പർ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് മിസ് ടെയ്ലർ പേപ്പർ വാങ്ങിക്കൊണ്ട് പോയിരുന്നല്ലോ. അതിൽ ബാക്കി എഴുതേണ്ടിയിരുന്ന നമ്പറാണ് ഇവൾ ഇവിടെ കുത്തിക്കുറിച്ച് വെച്ചിരിക്കുന്നത്. അവരോടൊന്ന് നിർത്താൻ പറയോ, അവരിങ്ങനെ വിസ്പർ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ലുസീൻ്റെ മിസ്സിനോട് പറയുന്നുണ്ട്. ലുസീൻ്റെയോട് ആരൊക്കെയോ സംസാരിക്കുന്നുണ്ടെന്ന്, തുടർച്ചയായിട്ട് പെറുപിറുക്കുന്നുണ്ടെന്ന്. ചെറിയ കുട്ടിയായതുകൊണ്ട് ഏതാ സംഭവം എന്ന് വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ അവൾക്ക് സാധിക്കുന്നുമില്ല. കട്ട്. 50 വർഷങ്ങൾക്കിപ്പുറം 2009 ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ ജോൺ. ആസ്ട്രോഫിസിസിസ്റ്റ് ആണ്, പ്രൊഫസറാണ്. രാത്രി വാന നിരീക്ഷണമൊക്കെ നടത്തി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ മകൻ കേലബിനും കാണിച്ചു കൊടുക്കും. ഇത്രയും വലിയ യൂണിവേഴ്സിൽ, ഭൂമിയിലെ സകല വൈറസുകളെക്കാളും ഒരുപാട് ഇരട്ടി നക്ഷത്രങ്ങളും പ്ലാനറ്റുകളുമുള്ള ഈ യൂണിവേഴ്സിൽ ഭൂമിയിൽ മാത്രമാണോ ജീവനുള്ളത് എന്ന് കേലബിന്റെ ചോദ്യത്തിന് ഒരുപക്ഷെ മറ്റെവിടെയെങ്കിലുമൊക്കെ ലൈഫ് ഉണ്ടാവാം, ഇതുവരെയും നമ്മൾ അവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് ജോൺ മറുപടി കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ സൺഡേ ആണ്. ആളിവിടെ ഹോട്ട് ഡോഗ്സ് ഒക്കെ ഉണ്ടാക്കി നിൽക്കുമ്പോൾ ചെക്കൻ ഡിസ്കവറി ചാനലിൽ പ്രോഗ്രാം കാണണമെന്ന് പറഞ്ഞ് ഓടും. എങ്ങോട്ട് പോവാ? ഞായറാഴ്ചയല്ലേ, ഹോട്ട് ഡോഗ്സ് റെഡിയാണ്, കഴിച്ചിട്ട് പോകും. അതൊന്നും വേണ്ട അച്ഛാ, ഞാൻ ഇന്ന് മുതൽ വെജിറ്റേറിയൻ ആണ്. എപ്പോൾ മുതൽ? ഇതൊക്കെ വീട്ടിലോട്ട് സാധനം മേടിക്കുന്ന ആളോട് പറഞ്ഞൂടെ? എന്താ അച്ഛാ, നിങ്ങൾക്ക് ചെവി കേട്ടൂടെ? ഇപ്പൊ ഞാൻ നിങ്ങളോട് തന്നെയല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞു പോയി ഡിസ്കവറി ചാനൽ കാണും. രാത്രി ഉറങ്ങേണ്ട സമയമായിട്ടും ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോനെ കാലവേ, അത് ഓഫ് ചെയ്ത് വെച്ച്. ഇതും കണ്ടുകൊണ്ടിരുന്ന നാളെ നീ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങിപ്പോവും. ഇല്ലച്ചാ, നാളെ എന്തായാലും ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങത്തില്ല. കാരണം നാളെ ക്ലാസ് ഇല്ല, സ്കൂളിന്റെ 50th ആനിവേഴ്സറിയാ. പ്രോഗ്രാമിൽ കുട്ടികളും പേരൻസും ഒക്കെ വരും, അച്ഛനും വരണം. ജോൺ കാലവിന്റെ അടുത്ത് ചെന്നിരുന്ന്, മോനെ നീ നേരത്തെ യൂണിവേഴ്സിൽ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടെന്ന് ചോദിച്ചത്
സ്വർഗവും ആഫ്റ്റർ ലൈഫും ഒക്കെ ഉദ്ദേശിച്ചാണെന്ന് എനിക്കറിയാം. അമ്മ മറ്റൊരു ലോകത്ത് ജീവിക്കുന്നുണ്ടെന്ന് കരുതാൻ നീ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ടല്ലേ ഇടയ്ക്കിടെ ഇത് ചോദിക്കുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടെന്ന് പറയാനായിട്ട് നമുക്ക് തെളിവൊന്നുമില്ലല്ലോ, നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കരുത്. കിടന്നുറങ്ങിക്കോ. അദ്ദേഹം TV ഓഫ് ചെയ്തു. കേലബ് അവന്റെ ഹിയറിംഗ് എയ്ഡ് ഊരി വെച്ചിട്ട് കിടന്നുറങ്ങുന്നു. ചെവിക്ക് കുറച്ച് കുഴപ്പമുണ്ടേ, കേൾവി ശക്തി കുറച്ച് കുറവാണ് കേലബിന്. ദെൻ അടുത്ത ദിവസം നമ്മുടെ ജോൺ കോളേജിലെത്തി. ആള് പഠിപ്പിക്കുന്ന രീതിയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടികളോട് ഇന്ററാക്ട് ചെയ്ത് പരക്കെ പറയപ്പെടുന്ന ആശയങ്ങളൊക്കെ ചർച്ച ചെയ്ത് അത് പഠിപ്പിക്കുന്ന ടോപ്പിക്കിലേക്ക് കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഡിറ്റർമിനിസവും ചർച്ചയാവുന്നുണ്ട്. നമ്മൾ ഡെവ്സ് TV സീരീസിൽ കണ്ടില്ലേ, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സകലതിനും ഒരു റീസൺ ഉണ്ട്, കാര്യകാരണങ്ങളുണ്ട്, അതിനൊരു ഓർഡർ ഉണ്ട്. ഞാൻ അടുത്തതായിട്ട് ഏത് വാക്ക് പറയണം, അതെങ്ങനെ പറയണം, ഏത് ടോണിൽ പറയണമെന്ന് പോലും ഓൾറെഡി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം പാസ്റ്റിൽ നടന്നിട്ടുള്ള സംഭവങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. കുറച്ച് മുമ്പാണെങ്കിലും ഒരുപാട് മുമ്പാണെങ്കിലും എല്ലാം പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന സകലതും ഓൾറെഡി ഡിറ്റർമൈൻഡ് ആണ്. നമുക്ക് ഫ്രീ വിൽ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലും ആ ചിന്ത പോലും ഡിറ്റർമൈൻഡ് ആണെന്ന്. ഈ ഒരു തത്വചിന്തയുടെ ബേസിൽ ആളുകളെ രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ഇതിൽ വിശ്വസിക്കുന്നവരും ഇതിങ്ങനെയൊന്നും അല്ല, ഒരുപാട് കാര്യങ്ങൾ റാൻഡമായിട്ട് സംഭവിക്കുന്നുണ്ട് എന്ന് അറിയാവുന്നവരും. ശ്രദ്ധിച്ച് കേൾക്കണം, വിശ്വസിക്കുന്നവരും അറിയാവുന്നവരും. നിങ്ങൾക്കൊരു കാര്യത്തിൽ പൂർണ്ണമായി ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്കതിൽ വിശ്വസിക്കാം. അതെന്തൊരു വിശ്വാസമാണെങ്കിലും വിശ്വാസത്തിൽ മുറുകെ പിടിക്കാം. പൂർണ്ണമായി ഉറപ്പില്ല, പൂർണ്ണമായി ഉറപ്പുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അറിവാണ്. ക്ലിയർ ആണല്ലോ? നമ്മുടെ ജോണും ദൈവത്തിലൊന്നും അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല. അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യം പുള്ളിക്കില്ല. പുള്ളിയുടെ അറിവ് എന്താണോ അത് പുള്ളി അക്സെപ്റ്റ് ചെയ്യുന്നു, മുന്നോട്ട് ജീവിക്കുന്നു. കുട്ടികൾക്കും ഇതേ കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള കുട്ടികളുണ്ട്, എല്ലാം ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. തീർച്ചയായും അതിങ്ങനെ തന്നെ ആവണമല്ലോ. ഈ ഒരു ചെറിയ ക്ലാസ് ആണെങ്കിലും വലിയ സൊസൈറ്റി ആണെങ്കിലും എപ്പോഴും മറ്റൊരു അഭിപ്രായം ഉണ്ടാവണം. ക്ലാസ് കഴിഞ്ഞ് ജോൺ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയോട് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കേലബ് പറഞ്ഞ അവന്റെ സ്കൂളിലെ ഫംഗ്ഷനെ പറ്റി ഓർക്കുന്നത്. ഇത്തിരി ലേറ്റ് ആയെങ്കിലും ഓടിപ്പിടിച്ച് അവിടെ എത്തി. ടൈം ക്യാപ്സ്യൂൾ പുറത്തെടുക്കുന്ന ഇവന്റ് ഇനാഗുറേറ്റ് ചെയ്യുന്നത് 50 വർഷങ്ങൾക്ക് മുമ്പ് 1959 ഇവിടുത്തെ അധ്യാപകയായിരുന്ന മിസ് ടെയ്ലറാണ്. അന്ന് തന്റെ കുട്ടികൾ വരച്ച ചിത്രങ്ങളും മറ്റുമൊക്കെ ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് അവർ കൈമാറി. നമ്മുടെ ജോണിന്റെ പയ്യൻ കേലബ് വാങ്ങാൻ ചെല്ലുമ്പോൾ തന്നെ അവന്റെ ചെവിയിൽ വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാം. പണ്ട് ലുസീന്റെ ഈ കേട്ടിരുന്ന പോലെ ആരോ വിസ്പർ ചെയ്യുന്ന പോലെ ശബ്ദങ്ങൾ. കേലബിന് കിട്ടുന്നതും ലുസീൻ്റെ അന്ന് എഴുതി വെച്ച ആ നമ്പേഴ്സാണ്. സ്കൂളിനടുത്ത് ആ വുഡ്സിനിടയിൽ കറുത്ത ഡ്രസ്സൊക്കെ ധരിച്ച് കേലബിനെ നോക്കി നിൽക്കുന്ന ഒരാളെയും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ പണ്ട് ലുസീന്റെ ഫേസ് ചെയ്ത പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ കേലബിനും വന്നു തുടങ്ങി. തുടർച്ചയായി അവന്റെ ചെവിയിൽ കേട്ടുകൊണ്ടിരുന്ന ആ ഒരു വിചിത്ര ശബ്ദങ്ങൾ കാരണം പുള്ളിക്കാരൻ ഹിയറിംഗ് എയ്ഡ് വരെ ഊരി മാറ്റി വെക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിലെ കംപ്ലൈന്റ് ആണെന്ന് വിചാരിച്ചു. സ്കൂളിൽ നിന്ന് കിട്ടിയ ലുസീൻ്റെ റൈറ്റിംഗ്സ് പയ്യൻ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. അത് വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല, സ്കൂളിന്റെ പ്രോപ്പർട്ടി ആണെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നെങ്കിലും ചെക്കനത് വീട്ടിൽ കൊണ്ടുവന്നു. ജോൺ ആവട്ടെ, എടാ മോനെ നീ ഇതെന്തിനാ വീട്ടിൽ കൊണ്ടുവന്നേ, ഇത് സ്കൂളിന്റെ പ്രോപ്പർട്ടി അല്ലേ? അത് അറിയാം അച്ഛാ, പക്ഷേ അത് മൊത്തം മാത്ത് അല്ലേ, വല്ല പസിലും വല്ലതും ആണെന്ന് കരുതി കൊണ്ടുവന്നതാ. എടാ പസിലാണെങ്കിലും എന്താണെങ്കിലും സ്കൂളിന്റെ പ്രോപ്പർട്ടി സ്കൂളിൽ വെക്കണം, വീട്ടിൽ കൊണ്ടുവരാൻ പെർമിഷൻ ഇല്ല, നാളെ തന്നെ ഇത് തിരിച്ചു കൊടുത്തേക്കണം. പഠിച്ചു കഴിഞ്ഞില്ലേ, കിടക്കാൻ സമയമായി, പോയി കിടന്നോ. ജോൺ വീട്ടിലെ ഡോറും ജനാലയും ഒക്കെ അടച്ചടച്ച് മകന്റെ റൂമിന്റെ അവിടെ എത്തി വാതിലടയ്ക്കാൻ ചെല്ലുമ്പോൾ കാലബ് അവിടെ പണ്ട് അവന്റെ അമ്മ അവനെ കിടത്തി ഉറക്കുന്ന വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്ത് അമ്മയോട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞാണ് കിടക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ജോണിന് വല്ലാണ്ട് വിഷമമായി. അവളോടൊപ്പം ജീവിച്ച് കൊതി തീർന്നില്ല. കാലബിനൊരു പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ അവൾ മരണപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും അത് ഉണങ്ങാത്ത ഒരു മുറിവാണ്. അതെല്ലാം ആലോചിച്ച് കുറച്ചധികം മദ്യപിച്ച് ടിവിയിൽ ഒരു പ്രോഗ്രാം ഒക്കെ കണ്ട് മദ്യപിച്ച ഗ്ലാസ് വെക്കുന്നത് കാലബ് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ആ പേപ്പറിന്റെ മണ്ടയ്ക്കാണ്. പെട്ടെന്ന് അത് എടുത്തു മാറ്റി പേപ്പർ ഒന്ന് കുടഞ്ഞു നോക്കിയപ്പോൾ ആ ഗ്ലാസ് വെച്ചതിന്റെ പാട് അവിടെ കാണാം. എന്നാൽ അതിനകത്ത് നമ്പർ കണ്ടപ്പോൾ ഇതിലൊരു പാറ്റേൺ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് സംശയം തോന്നി. നേരത്തെ കാലബ് പറഞ്ഞ പോലെ ഉടനെ ബോർഡ് എടുത്ത് ഇതിലെ നമ്പേഴ്സ് ഒക്കെ ബോർഡിൽ എഴുതി ഇത് എന്തെങ്കിലും തരത്തിലുള്ള പാറ്റേൺ ആണോ എന്ന് നമ്പേഴ്സ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും ഒക്കെ നോക്കി. സർപ്രൈസിംഗ്ലി ഇങ്ങനെ എഴുതിയ ആദ്യ നമ്പർ തന്നെ 9/11 അറ്റാക്കുമായിട്ട് കണക്റ്റായി. ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് വരുന്നുണ്ട്. അറ്റാക്കിൽ എത്ര പേര് കൊല്ലപ്പെട്ടു ആ ഒരു നമ്പരും കൃത്യമായി വരുന്നുണ്ട്. ഡിറ്റർമിനിസത്തിലൊന്നും ഒട്ടും വിശ്വസിക്കാത്ത, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു ധാരണയുള്ള അറിവുള്ള വ്യക്തി ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഇത് വെറും ഒരു കോയിൻസിഡൻസ് എന്നല്ലേ കരുതുള്ളൂ. എന്നാൽ കാര്യങ്ങൾ ഇവിടെ തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹം ഒരു നമ്പർ എഴുതി, അത് കണക്റ്റായി. വീണ്ടും അടുത്ത നമ്പർ എഴുതി നോക്കിയപ്പോൾ അതും കണക്റ്റ് ആവുന്നു. ലോകത്തിൽ നടന്നിട്ടുള്ള പല പല വലിയ ഇൻസിഡന്റുകളുമായിട്ട് കണക്റ്റ് ആവുന്നു. ജപ്പാനിൽ നടന്നിട്ടുള്ള ഭൂചലനം, അതിന്റെ ഡേറ്റും എത്ര ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതും കൃത്യമായി കണക്റ്റ് ആവുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചൈനയിലും റഷ്യയിലും ഇന്ത്യയിലും നേപ്പാളിലും ഒക്കെ നടന്നിട്ടുള്ള ദുരന്തങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 50 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പേപ്പറിൽ ലുസീൻഡ എന്ന കുട്ടി എഴുതിയതെന്ന് ആലോചിക്കണം. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് പിന്നിങ്ങോട്ട് നടക്കാനുള്ള പല പ്രധാന ഇവന്റുകളും പ്രധാന ദുരന്തങ്ങളും അപകടങ്ങളും ഒക്കെ എഴുതപ്പെട്ടിരുന്നു. ഇങ്ങനെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇത്രയും കൃത്യമായിട്ട് മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. അതിനൊരു സ്പെസിഫൈഡ് ഫോർമുലയൊന്നും നമുക്ക് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ജോൺ ഇതുവരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തു. ഇനി സംഭവിക്കാൻ പോകുന്ന, ഇനി മുന്നോട്ട് വരുന്ന ഡേറ്റുകളിൽ സംഭവിക്കുമെന്ന് ഇതിൽ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും നോട്ട് ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ ആളുടെ ഫ്രണ്ടിനോട് ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഡിറ്റർമിനിസത്തിൽ വിശ്വസിക്കാത്ത, ഇന്നലെ കൂടി പിള്ളേർക്ക് ക്ലാസ് എടുത്തിട്ട് പോയി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവൻ എങ്ങനെ ഉണ്ടാവും? ഇതെന്താണ് നിനക്ക് പറ്റിയത്? വല്ല മുക്കുവഹുമിന്റെ സീരിയൽ കണ്ടോ? ഒരൊറ്റ ദിവസം
ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ മാറാനും പറ്റുമോ? ഓ ഈട ഒന്ന് സീരിയസ് ആവ്. നാളത്തെ ഡേറ്റ് പോലും ഇതിലുണ്ട്. 81 ആളുകൾ മരിക്കുമെന്നാണ് എഴുതിയേക്കുന്നേ. ഓ കൂൾ ഡൗൺ. ഇത് പറഞ്ഞു എങ്ങോട്ട് പോകുന്നു? ഇവിടം കൊണ്ട് നിർത്തിക്കോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ നാട്ടിൽ നീ വല്ല കാസ്ട്രോട്ടോക്ക് ഇറക്കും. ഫ്രണ്ട് വിശ്വസിച്ചില്ല. യുക്തിസഹമായി ചിന്തിക്കുന്ന ആർക്കും ഇവൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെയാണ്, ഇങ്ങനൊരു കണക്കുള്ളതുകൊണ്ട് ഇതങ്ങ് വിശ്വസിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തെളിവിന് തെളിവ് വേണം. പണ്ടെപ്പോഴോ ആരോ എഴുതി വെച്ച കുറെ നോട്ട്സ് എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ജോണിന്റെ ഭാര്യ ഒരു തീപിടുത്തത്തിൽ മരിച്ചതാണ്. ആ ഒരു ന്യൂസും കാര്യമൊക്കെ കാണിച്ചു കൊടുത്ത് അതേപറ്റി പോലും ഈ പ്രവചനങ്ങൾക്കുള്ളിൽ പറയുന്നുണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ വെറും ഒരു കോയിൻസിഡൻസ് മാത്രമായിരിക്കുമെന്നാണ് കൂട്ടുകാരന്റെ മറുപടി. ജോൺ, നീ ഓവറായിട്ട് ചിന്തിക്കുന്നു. ഇതിൽ നീ റൗണ്ട് ചെയ്യാത്ത കുറെ നമ്പേഴ്സ് ഉണ്ടല്ലോ. ഇതെന്താ? റൗണ്ട് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് മാത്രം പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ റൗണ്ട് ചെയ്യാത്ത നമ്പേഴ്സിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലേ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കടാ. നീ കുറെ നമ്പേഴ്സ് ഇങ്ങനെ കണ്ടുപിടിച്ചു, അത് റൗണ്ട് ചെയ്ത് കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ കണക്ട് ആവുന്നു എന്ന് കരുതി ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്തേക്കുവാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇതിൽ തന്നെ നീ റൗണ്ട് ചെയ്തിട്ടില്ലാത്ത നമ്പേഴ്സ് പോലെ ഒരു അർത്ഥവുമില്ലാത്ത നമ്പേഴ്സാണിത്. എവിടേക്കോ കയറി കണക്ട് ആവുന്നെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ അങ്ങ് പറയാമോ? ജോൺ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കൂട്ടുകാരൻ ഇതിലോട്ട് ഒട്ടും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി. ഈ നോട്ട്സ് എല്ലാം എഴുതി വെച്ച ലുസീൻഡ എന്ന കുട്ടിയെ പഠിപ്പിച്ച ടീച്ചറെ തേടി ചെല്ലുകയാണ്. മിസ് ടൈലറിനോട് ലുസീൻഡയെ പറ്റി ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പുള്ളിക്കാരി പറയുന്നത് പണ്ട് ആ കുട്ടിയെ കാണാതായ ഇൻസിഡന്റ് ആണ്. അന്ന് അവൾക്ക് എന്താ പറ്റിയതെന്ന് അറിയത്തില്ല. സ്കൂളിന്റെ ബേസ്മെന്റിൽ ആ ഡോറിൽ സ്വന്തം കൈ വെച്ച് ഇങ്ങനെ മാന്തി ചോരയൊക്കെ ഒലിപ്പിച്ചൊരു നിപ്പായിരുന്നു. അയ്യോ ജോൺ, നമ്മളിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടേ? കുറച്ച് ഐസ് ടീ എടുക്കട്ടെ? വേണ്ട മിസ്, താങ്ക് യു. ഞാൻ ലുസീൻഡയുടെ ഈ ഒരു ലെറ്റർ കിട്ടി. ഈ നമ്പേഴ്സ് ടൈം ക്യാപ്സ്യൂളിൽ എൻ്റെ മകന് കിട്ടിയതാണ്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജോൺ, 50 വർഷമായി ഈ പാവം കളിയുടെ ഓർമ്മ പരിശോധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അത് വാങ്ങി നോക്കി. ഉടനെ തന്നെ ഇത് ലുസീൻഡയുടേതാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അതെ, ഞാൻ ഓർക്കുന്നു, ഇത് അവൾ എഴുതിയത് തന്നെയാണ്. അപ്പോൾ ഈ ലെറ്ററിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ലുസീൻഡയെ കണ്ടെത്തണം. മിസ്സിനോട് ലുസീൻഡയുടെ അഡ്രസ്സ് ചോദിച്ചപ്പോൾ, ഓ ജോൺ, നീ എന്താ പറയുന്നേ? ലുസീൻഡ കുറച്ച് നാൾ മുമ്പ് മരിച്ചുപോയി. അല്ല അതിരിക്കട്ടെ, നീ ഇവിടെ വന്നിട്ട് ഞാൻ നിനക്ക് കുടിക്കാനൊന്നും തന്നില്ലല്ലോ. കുറച്ച് ഐസ് ടീ എടുക്കട്ടെ? പ്രായമായില്ലേ? മിസ് ടൈലർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കുറച്ചു മുമ്പ് ഇതേ കാര്യം ചോദിച്ചായിരുന്നെന്ന് പുള്ളിക്കാരി ഇപ്പോൾ ഓർക്കുന്നില്ല. അതാണ്. തുടർന്ന് അങ്ങോട്ട് നമ്മുടെ ജോൺ ഈ ഒരു നമ്പേഴ്സിനെ പറ്റി ഭയങ്കര ഒബ്സസ്ഡ് ആയി. സ്കൂളിൽ പല ആളുകളെയും കോൺടാക്ട് ചെയ്ത് ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്. 50 വർഷങ്ങൾക്ക് മുമ്പ് ലുസീൻഡ എന്തൊക്കെയോ ഇങ്ങനെ കുത്തിക്കുറിച്ച് വെച്ചു എന്നല്ലാതെ വലിയ കാര്യമായിട്ട് ആർക്കും ഒരു ധാരണയില്ല. ഏതാണ്ട് ഇതേ സമയം ഇവരുടെ വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന കാലബിന്റെ അടുത്ത് 2 ആളുകൾ വരുന്നുണ്ട്. അവരങ്ങനെ കാറിൽ വന്നതും കാലബിന്റെ ചെവിയിൽ ശബ്ദങ്ങൾ കേട്ടു. ചെക്കനാവട്ടെ നേരെ ഓടി അവരുടെ അടുത്ത് ചെന്നു. കറുത്ത നിറത്തിലുള്ള ഒരു പോളിഷ്ഡ് കല്ല് അവർ ചെക്കന് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് ജോണും ഓടി ഇറങ്ങി വന്നു. എന്താടാ ആരുടെ കാറിൽ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്കറിഞ്ഞൂടാ, അവരുടെ ഈ സാധനം തന്നിട്ട് പോയി. കൊള്ളാല്ലേ? പരിചയമില്ലാത്ത ആൾ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാനാണോ ഞാൻ പറഞ്ഞേക്കുന്നേ? കളിയൊക്കെ നിർത്തിക്ക്, അകത്ത് കയറി പോയി ഹോംവർക്ക് ചെയ്യ്. ജോൺ ലുസീൻഡയുടെ പേര് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് അവളുടെ മരണവാർത്തയും മറ്റുമൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഇവന്റെ സഹോദരി നോക്കി അത് വന്ന് കയറി പേടിപ്പിക്കും. ഏത് പ്രായത്തിൽ അടി നീ ഒന്ന് നോക്കി ചെയ്തിട്ട് വരാൻ പഠിക്കുക? എന്താടാ നിനക്കതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞാൻ മെസ്സേജ് ഇട്ടിരുന്നല്ലോ, അതൊന്നും നോക്കി പോലുമില്ല. എന്തോന്ന് ഇത്ര തിരക്ക്? ജോൺ ഇതിലിങ്ങനെ ഒബ്സസ്ഡ് ആയിരിക്കുന്നത് കൊണ്ട് പുള്ളിക്കാരൻ ഇത്തിരി റൂഡായിട്ടാണ് സംസാരിക്കുന്നത്. അവള് കേലവിനെ പറ്റി ചോദിച്ചപ്പോൾ, ഇവിടൊക്കെ തന്നെ ഉണ്ട്, ഒരു വെജിറ്റേറിയൻ ആവാൻ തീരുമാനിച്ചേക്കുക. അതൊക്കെ എപ്പോൾ മുതൽ? അതൊക്കെ അവനങ്ങ് തീരുമാനിച്ചു. അതിൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? നീ ഇങ്ങനെ അവനെ പിടിച്ച് വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കാതെ പുറത്തൊക്കെ പോകും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സാധാരണ ആളുകളുടെ കൂട്ട് പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റിക്കറങ്ങി വാ. അതിൽ ജോൺ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പറഞ്ഞു വിട്ടായിരിക്കുമല്ലേ ഇവിടെ എല്ലാം ഓക്കെ ആണെന്ന് നീ അറിയിച്ചേക്ക്. അതായത് എന്താന്ന് വെച്ചാൽ ജോണിന്റെ അച്ഛനും അമ്മയുമായിട്ടും ഒന്നും ഇവൻ അത്ര കോണ്ടാക്ട് ഇല്ല. ബന്ധങ്ങൾ കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്. ഇവന്റെ സഹോദരി മാത്രമാണ് അവിടെയും ഇവിടെയും ഇങ്ങനെ സഹകരിച്ച് നിൽക്കുന്നത്. തന്റെ മകൻ കാലബിന്റെ കാര്യം അന്വേഷിക്കാൻ ആരും വരണ്ട, താൻ അവനെ വളർത്തിക്കോളാമെന്നുള്ള മട്ടിലാണ് ജോൺ. സഹോദരിയോട് മര്യാദയ്ക്കൊന്നും സംസാരിക്കുന്ന പോലും ഇല്ല എന്ന് പറയുമ്പോൾ ആളിപ്പോൾ ആകെ ടെൻഷനിലാണല്ലോ. ലുസീൻഡയുടെ ലെറ്റേഴ്സ് പ്രകാരം അടുത്ത ദിവസം ലോകത്ത് 81 ആളുകൾ ഒരു ദുരന്തത്തിൽ മരിക്കുമെന്നാണല്ലോ. അന്ന് രാത്രി മുഴുവൻ പല പല ന്യൂസ് ചാനൽസിൽ എന്തെങ്കിലും തരത്തിലുള്ള വാർത്തയുണ്ടോ എന്നറിയാൻ അത് നോക്കി അങ്ങനെ ഇരുന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റില്ല. ഏതാണ്ട് ഉച്ച സമയമായപ്പോൾ കേലബ് ഇദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് വിളിച്ച് രാവിലെ അച്ഛൻ എണീറ്റില്ലായിരുന്നു, വൈകുന്നേരമെങ്കിലും പിക്ക് ചെയ്യാൻ ചെല്ലുമെന്നൊക്കെ ചോദിച്ചു. ഈ ഒരു സമയം വരെയും ദുരന്തങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇദ്ദേഹം എന്തായാലും മകനെ പിക്ക് ചെയ്യാൻ സ്കൂളിലേക്ക് പോകുന്ന വഴി കാറിലെ GPS ലൊക്കേഷനിൽ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കണ്ട് അത് നമ്മുടെ ലുസീൻഡയുടെ നമ്പേഴ്സിലുണ്ടോ നോക്കിയപ്പോൾ ജോൺ ഇപ്പോൾ നിൽക്കുന്ന എക്സാക്ട് ലൊക്കേഷനാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ട്രാഫിക് ബ്ലോക്ക് ആണ്. എന്താണെന്ന് ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ആക്സിഡന്റ് നടന്നിരിക്കുന്നു. എത്ര ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ചുപേർ ഇഞ്ചേർഡാണ്, അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പോലീസ് മറുപടി കൊടുക്കുന്നത്. ഭാഗ്യം, ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. നമ്പേഴ്സിൽ പറയുന്ന പോലെ 81 ആളുകൾ മരിക്കുന്ന വലിയൊരു ദുരന്തമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ആശ്വസിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു എയർപ്ലെയിൻ ആ പ്രദേശത്ത് തന്നെ തകർന്നു വീണ് മൊത്തം തീ പിടിച്ച് അതിലുള്ള ആളുകളൊക്കെ കൊല്ലപ്പെടുന്നു. കൃത്യം 81 ആളുകൾ. ഇതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇതും കോയിൻസിഡൻസ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതോടെ ജോൺ നേരത്തെ അവന്റെ സുഹൃത്തിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനും അംഗീകരിക്കുന്നുണ്ട്. അന്ന് രാത്രി തന്നെ ജോണിന്റെ വീട്ടിൽ വന്ന് ഈ ലാറ്റിറ്റ്യൂഡും ലോങ്കിറ്റ്യൂഡും ഒക്കെ വെരിഫൈ ചെയ്ത് ഇതെല്ലാം സത്യമാണ്, ഇനിയും ലോകത്ത് 2 ദുരന്തങ്ങൾ നടക്കാണ്ടിരിക്കുന്നു, ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇവർ വെരിഫൈ ചെയ്തു. ജോണിന് ഇതൊക്കെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തണമെന്നൊരു മൈൻഡാണ്. ഈ ദുരന്തങ്ങൾ നേരത്തെ തന്നെ ഇവർക്ക് അറിയാം, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. ഫ്രണ്ട് ആണെങ്കിലോ ഒരു 50-50 മൈൻഡാണ്. ദുരന്തങ്ങളിലോട്ടൊക്കെ ചെന്ന് കയറി കൊടുക്കണോ, അത് ഇതങ്ങ്
അങ്ങ് ഒഴിഞ്ഞു പോയാൽ പോരെ എന്നൊരു മൈൻഡ്. അന്ന് രാത്രി കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ കേലബിന്റെ റൂമിൽ മുമ്പ് 1-2 തവണ ഇവൻ കണ്ടിട്ടുള്ള കറുത്ത കോട്ടൊക്കെ ധരിച്ചിട്ടുള്ള ആളുകളിൽ ഒരാൾ വന്ന് അവനൊരു വിഷൻ പോലെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വീടിന് പുറത്തു നിന്നും വലിയ രീതിയിൽ തീ കത്തി മൃഗങ്ങളെല്ലാം ഓടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായിട്ടും ഭൂമി ഒരു നരകമായി മാറുന്ന പോലെയൊക്കെ. ചെക്കൻ ഇതൊക്കെ കണ്ട് ആകെ അങ്ങ് പേടിച്ചു. അലർന്ന ശബ്ദം കേട്ട് ജോൺ ഓടി റൂമിലെത്തിയപ്പോൾ ചെക്കൻ പേടിച്ച് തറയിലിരിക്കുവാണ്. അവനെ എടുത്ത് ആശ്വസിപ്പിച്ചു. ജനാല വഴി പുറത്ത് നോക്കിയപ്പോൾ അവിടെ ആ ബുട്സിനിടയിൽ ഒരുത്ത് നിൽക്കുന്നതായിട്ട് ജോണിന് കാണാൻ പറ്റുന്നുണ്ട്. ഉടൻ ബാറ്റൊക്കെ എടുത്ത് പുറത്തിറങ്ങി ഇത്തിരി ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും അയാൾ അവിടുന്ന് പോയിരുന്നു. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ. വന്ന് തന്റെ കൊച്ചിനെ വരെ ഹോണ്ട് ചെയ്യുന്നു. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്പേഴ്സ് എഴുതിയ ആളോട് ചോദിക്കണം. എന്നാൽ ലുസീൻഡ മരണപ്പെട്ടു. എന്നാലും പുള്ളിക്കാരുടെ കൂടെ ഒരുപാട് കാലം ജീവിച്ച ആളുകൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ. തുടർന്ന് അവരെ തേടി ചെന്നു. ലുസീൻഡയുടെ വീട്ടിൽ പുള്ളിക്കാരുടെ മകളും മകളുടെ മകളുമാണുള്ളത്. അവരെ ഫോളോ ചെയ്ത് ഒരു മ്യൂസിയത്തിലെത്തി അവിടെ വെച്ച് സൗഹൃദം സ്ഥാപിച്ചു. ഇവളുടെ പേര് ഡയാന, മകൾ ആബി. ജോണിൽ ലുസീൻഡയുടെ നോട്ട്സിനെ പറ്റിയാണ് ചോദിക്കാൻ വരുന്നതെന്ന് അറിയാതെ ഇവൾ കുറെ കാര്യങ്ങളൊക്കെ ആദ്യം സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇവൻ ആ നമ്പേഴ്സിനെ പറ്റി സ്പെസിഫിക്കലി ചോദിക്കാൻ തുടങ്ങിയതും ഡയാന അങ്ങ് അപ്സെറ്റായി. പെട്ടെന്ന് അവിടെ മാറിപ്പോവാണ്. ലുസീൻഡയുടെ ഈ നമ്പേഴ്സ് ക്രൈസ് ഒക്കെ കാരണം ഇവൾക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത പോലെ. അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു ജീവിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്ന മട്ടിലാണ് പുള്ളിക്കാരി പോകുന്നത്. പാവം നമ്മുടെ ജോൺ ആവുന്നേ പറഞ്ഞു നോക്കി. പ്ലീസ് ഡയാന, ഇതിപ്പോൾ എൻ്റെ മകനെയും ഹോണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെയൊക്കെ പറ്റി എന്തൊക്കെയോ അറിയാം. ഇനിയും 2 ദുരന്തങ്ങൾ നടക്കാനുണ്ട്. അത് ഇന്ന സ്ഥലങ്ങളിലാണ്. പ്ലീസ് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ ഒന്നും കാര്യമാക്കിയില്ല. മാറിപ്പോയി. അന്ന് രാത്രി ന്യൂസിൽ ടെററിസ്റ്റ് ആക്രമണം ഉണ്ടാവുമെന്നും ഭീഷണി സന്ദേശം വന്നിട്ടുണ്ടെന്നും ന്യൂയോർക്ക് സിറ്റിയിൽ എവിടെയാണ് അവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല, ജനങ്ങളൊക്കെ ജാഗ്രത പാലിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ഇതുവരെയും എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയത്തില്ല. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് അറിയാമല്ലോ. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നോക്കി ആ ഒരു ഏരിയ അവൻ മനസ്സിലാക്കി. ഒരു റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളൊരു ഏരിയ, അല്ലെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷനുള്ളിൽ അവിടെ എവിടെയോ ആണ് അവന്മാർ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് ചെല്ലുന്നു. ഇക്കാര്യം ഇത് FBI വിളിച്ച് അറിയിക്കുന്നുണ്ട്. അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ മകനെ സിസ്റ്ററുടെ വീട്ടിൽ കൊണ്ടാക്കിയിരുന്നു. സ്ഫോടനം നടക്കാൻ സാധ്യത ഉണ്ടെന്ന് ഇവൻ കരുതുന്ന ഏരിയയിൽ ഓൾറെഡി പോലീസുകാരുണ്ടെങ്കിലും ഇവനും ഇറങ്ങി തിരച്ചിൽ തുടങ്ങി. അങ്ങനെ തിരഞ്ഞു ചെല്ലുമ്പോൾ സംശയാസ്പദമായി ഒരുത്തനെ കണ്ടു. ഒളിച്ചു കളിക്കുന്ന നില്ലട അവിടെ എന്ന് പറഞ്ഞ് പുറകെ ഓടി. അവനോടി മെട്രോയ്ക്കകത്ത് കയറി. എന്നിട്ടും വിടാതെ നമ്മുടെ ഹീറോ അവനെ ചേസ് ചെയ്തേ ചെല്ലുമ്പോൾ ഇത് കണ്ട് പോലീസും ഇവരുടെ പിന്നാലെ ഉണ്ട്. ട്രെയിനകത്ത് അവൻ എവിടെ വരെ ഓടാനാണ്. ഒരു പോയിന്റിൽ അവനെ പിടിച്ചു. അവന്റെ ഡ്രസ്സിനകത്ത് ബോംബുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരുമാതിരി പാനിക്കായിട്ട് നിൽക്കുമ്പോൾ കുറെ സീഡികൾ താഴെ വീഴും. ഇതേതായാലും നമ്മുടെ ഹീറോ ഉദ്ദേശിച്ച കണക്ക് ബോംബല്ല, വ്യാജ സീഡിക്കാരനാ. ഇവൻ കാരണമല്ല ദുരന്തം ഉണ്ടാവാൻ പോകുന്നത്. അത് കൺഫേം ആയ മൊമെന്റ് തന്നെ അപ്പുറത്തെ ട്രാക്കിലൂടെ വന്ന ട്രെയിൻ നിയന്ത്രണം വിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് ഇടിച്ചു കയറി. നമ്മുടെ ഹീറോ ഒക്കെ ഉണ്ടായിരുന്ന ട്രെയിനിലും ഇടിച്ച് ഒരുപാട് ആളുകൾ മരണപ്പെടുന്നു. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ജോണിന് രക്ഷപ്പെടാൻ സാധിച്ചു. ഈ ഒരു ദുരന്തവും തടയാൻ പറ്റിയില്ല എന്നുള്ള വിഷമത്തിൽ അദ്ദേഹം അച്ഛനും അമ്മയും ഇദ്ദേഹത്തിന്റെ സഹോദരിയും ഒക്കെ ഉള്ള അവിടെ ചെന്ന് ആളുടെ മകൻ കേലബിനെയും വിളിച്ച് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ലുസീൻഡയുടെ മകൾ ഡയാനയും അവളുടെ മകൾ ആബിയും ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം സംഭവിക്കും എന്ന് പറഞ്ഞ കാര്യം സംഭവിച്ചല്ലോ. ആ സ്ഥലത്ത് ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടില്ലേ. കഴിഞ്ഞ ദിവസം ആൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാത്തത് ഒരു തെറ്റായിപ്പോയി. ഇനിയും എന്താ ചെയ്യേണ്ടേ, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ നമ്പേഴ്സ് ഒക്കെ എഴുതി വെച്ച ലുസീൻഡ തന്നെയാണ് ക്ലൂ തരേണ്ടത്. ലുസീൻഡ എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. അവരുടെ നോട്ട്സ് ഒക്കെ കാണിച്ചു കൊടുക്കാനാണ് ഹീറോ പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടാളും കുട്ടികളും ഒരുമിച്ച് ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ലുസീൻഡയുടെ മകൾ ഡയാന ആദ്യം അങ്ങനെ പെരുമാറിയതെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. ലുസീൻഡ മരിക്കുന്നതിന് മുന്നേ തന്നെ ഡയാന മരിക്കുന്ന ദിവസം എന്നാണെന്ന് പുള്ളിക്കാരി ഇവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഇനി അതിനധികം ദിവസങ്ങളില്ല, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവൾ മരണപ്പെടുമെന്ന് ഓൾറെഡി ഇവളുടെ അമ്മ പറഞ്ഞു വെച്ചിരുന്നു. സ്വന്തം മരണം നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതൊരു വ്യക്തിക്കാണെങ്കിലും ജീവിക്കാനുള്ള താല്പര്യമേ പോകും. ഓരോ ദിവസവും കൗണ്ട് ചെയ്ത് ഇത്ര ദിവസം കൂടിയേ ഉള്ളൂ എന്നുള്ള പേടിയിൽ ജീവിക്കേണ്ടി വരുമല്ലോ. ഡയാനയ്ക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇതൊക്കെ വെറും കെട്ടുകഥയാണ്. അമ്മയുടെ നമ്പേഴ്സിനൊന്നും ഒരു വിലയുമില്ല എന്ന് തീരുമാനിച്ച് പൂർണ്ണമായും അവളുടെ ലൈഫിൽ നിന്ന് ഈ ഒരു പാർട്ട് അവൾ മറന്നു കളഞ്ഞേക്കുമായിരുന്നു. ബട്ട് അൾട്ടിമേറ്റ്ലി ലുസീൻഡയുടെ നമ്പേഴ്സ് സത്യമാണ്. അതിൽ പറയുന്ന പോലൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇത്ര വലിയൊരു ദുരന്തം കൺമുന്നിൽ കണ്ടു കഴിഞ്ഞല്ലോ. ഇനിയും ഇതൊക്കെ തള്ളിക്കളയുന്നത് ബുദ്ധിശൂന്യമാണ്. ഇനി എന്താണ് ഇതിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവളൊരു തീപിടുത്തത്തിലാണ് മരണപ്പെട്ടത്. അന്ന് ആ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഇദ്ദേഹത്തിന് ഈ പേപ്പേഴ്സ് കിട്ടിയിരുന്നെങ്കിൽ, ആ സംഭവങ്ങളെപ്പറ്റി മുന്നേ സൂചന കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായും ആളുടെ ഭാര്യയെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നല്ലോ. അന്ന് ഭാര്യയെ രക്ഷിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് ഡയാനയെ രക്ഷിക്കാൻ ഒരു അവസരം ഇവർക്കുണ്ട്. അതിനുള്ള വഴിയാണ് ഇനി ഇവർ കണ്ടുപിടിക്കേണ്ടത്. ലുസീൻഡ ജീവിച്ചിരുന്ന അവരുടെ പഴയ വീട്ടിലെത്തി അവിടുന്ന് കിട്ടാവുന്നത്ര മാക്സിമം കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. അവിടെയും കുറെ നോട്ട്സ് ഉണ്ട്. 50 വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരി എഴുതിയ നോട്ട്സിൽ അവസാനം 3 എന്ന് എഴുതിയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അത് കംപ്ലീറ്റ് അല്ല. ലാറ്റിറ്റ്യൂഡോ ലോഞ്ചിറ്റ്യൂഡോ ഏതാണെന്ന് കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എഴുതിയിരിക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. ഇത് കാണുന്ന ഡയാന ഒരുപക്ഷെ ഇത് 3 ആയിരിക്കില്ല, ആയിരിക്കും, തിരിച്ചെഴുതി വെച്ചിരിക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന്. വീടിനുള്ളിലെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുമ്പോൾ ഓൾറെഡി നടന്നിട്ടുള്ള പല ദുരന്തങ്ങളെപ്പറ്റി, വലിയ ദുരന്തങ്ങളെ പറ്റിയുള്ള ന്യൂസ് റിപ്പോർട്ട്സും മറ്റുമൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചിത്രമുണ്ട്. ആകാശത്തൊരു വ്യക്തി പ്രത്യക്ഷപ്പെടുമ്പോൾ ഭൂമിയിലുള്ള ഒരാൾ അയാളെ വണങ്ങുന്നതായിട്ടൊക്കെ. ലുസീൻഡ ഒരുപാട് നേരം ഈ ചിത്രത്തിൽ നോക്കിയിരിക്കാറുണ്ടെന്നും ഡയാന പറയുന്നുണ്ട്. കൂടാതെ നേരത്തെ ഒരു സ്ട്രേഞ്ചർ നമ്മുടെ കാലബിന് കൊടുത്തിട്ട് പോയ പോലെയുള്ള കല്ലുകൾ, കറുത്ത നിറത്തിലുള്ള കല്ലുകൾ ഇവിടെ കുറേ എണ്ണമുണ്ട്. ഇതും പോരാഞ്ഞ് ലുസീൻഡ കിടന്നിരുന്ന കട്ടിലിനടിയിൽ പുള്ളിക്കാരി എവരിവൺ എൽസ് എന്ന് പല തവണ എഴുതി വെച്ചിരിക്കുന്നു. ഈ എവരിവൺ എൽസ് ആണ് നോട്ടിന്റെ അവസാനം EE എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം അവസാനം സംഭവിക്കുന്നത്
സംഭവിക്കുന്ന ദുരന്തത്തിൽ ബാക്കിയുള്ള എല്ലാവരും മരണപ്പെടും. ഒരു സ്പെസിഫിക് ലാറ്റിറ്റ്യൂഡോ ലോഞ്ചിറ്റ്യൂഡോ ഇല്ല. അതിനർത്ഥം ലോകാവസാനം ഭൂമി തന്നെ നശിക്കുമെന്നല്ലേ.